വോട്ട് ചെയ്യാൻ രാഹുൽ എത്തുമോ? ഈ ചോദ്യം രാഹുലിനോട് ചോദിക്കുന്ന സമയമാണ്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ കർണാടകയിലെ വിവിധ ഫാം ഹൗസുകളിലും റിസോർട്ടുകളിലുമായിട്ടൊക്കെ ഇങ്ങനെ മാറി മാറി കഴിഞ്ഞിരിക്കുകയാണ്. ഏകദേശം 2 ആഴ്ചയോളം ആകുന്നുണ്ട് ഇത്തരത്തിൽ കൂടുവിട്ട് കൂടുമാറി നടക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ രീതി. ഇന്നിപ്പോൾ ഒരു കേസിന്റെ കൂടി വിധി വരേണ്ടതുണ്ട്. 2ാമത്തെ ബലാത്സംഗ കേസിൽ ഇന്ന് മുൻകൂർ ജാമ്യം ലഭിച്ചാൽ നാളെ വോട്ടെടുപ്പിന് വോട്ട് ചെയ്യാൻ രാഹുൽ എത്തിച്ചേരുമായിരുന്നു. പക്ഷേ ഒരു സാധ്യതയുമില്ല കേട്ടോ. കാരണം മൊഴി കൊടുക്കുവാനായി അതിജീവത എത്തി. മൊഴി എന്ന് പറയപ്പെടുന്നത് കനത്ത മൊഴിയായിരുന്നു. അതായത് ക്രൂരമായ ബലാത്സംഗമാണ് ചെയ്തത് എന്നും ദേഹമാസകലം മുറിവ് ഏർപ്പെടുത്തിയതിനു ശേഷവും ശ്വാസം മുട്ടൽ അനുഭവിച്ചതിന് ശേഷവും ബലാത്സംഗം തുടർന്നു എന്നതടക്കമുള്ള മൊഴിയാണ് ആ പെൺകുട്ടി കൊടുത്തത്. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകും ഉറപ്പ്. മുൻകൂർ ജാമ്യം ലഭിക്കുവാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇനി ഈ പറഞ്ഞതുപോലെ ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ഈ ബലാത്സംഗ കേസിൽ ഏതെങ്കിലും വിധത്തിൽ മുൻകൂർ ജാമ്യം ലഭിക്കുകയാണെങ്കിൽ ഇന്ന് പുറത്തിറങ്ങും, കാടുകളിൽ നിന്ന് പുറത്തിറങ്ങും. ഇല്ലെങ്കിൽ വീണ്ടും ഈ കാടുകളിൽ തന്നെ ഒളിഞ്ഞിരിക്കും. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇനിയുള്ള ദിവസങ്ങൾ എന്ന് പറയപ്പെടുന്നത് ഈ മുൻകൂർ ജാമ്യാപേക്ഷ കൂടി തള്ളിക്കഴിഞ്ഞാൽ ഇനി ഇങ്ങനെ ഒളിച്ചു കളിയിൽ ഒരർത്ഥവുമില്ല എന്നുള്ളതാണ്. തിരികെ വരിക, ഏത് കാടുകളിലാണോ അല്ലെങ്കിൽ ഏത് റിസോർട്ടുകളിലാണോ ഏത് മാളുകളിലാണോ പതുങ്ങിയിരിക്കുന്നത് അവിടെ നിന്നും നിയമത്തിന് മുന്നിൽ കീഴടങ്ങുക മാത്രമേ ഉള്ളൂ മാങ്കൂട്ടത്തിന് ഇനി ആകെയുള്ള ഒരു വഴി. കാരണം ഇപ്പൊ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഒളിവിൽ കഴിയാൻ സഹായിച്ച 2 പേർ ബാംഗ്ലൂരിൽ അറസ്റ്റിലായിരിക്കുന്നു. ബാംഗ്ലൂരിൽ രാഹുലിനെ ഒളിവിൽ കഴിയാൻ സഹായിച്ച ജോസ് റെക്സ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. കർണാടക തമിഴ്നാട് അതിർത്തിയിലെ ബാംഗ്ലൂരിലെ ഒളിവ് സങ്കേതത്തിൽ നിന്ന് ബംഗളൂരിലേക്ക് രാഹുലിനെ എത്തിച്ചത് ഇവരാണ് എന്നാണ് പോലീസ് പറയുന്നത്. അപ്പോൾ രക്ഷപ്പെടാൻ ഇവർ ഉപയോഗിച്ച ഫോർച്യൂണർ കാറും പോലീസ് പിടിച്ചെടുത്തു. ഇരുവരെയും ചോദ്യം ചെയ്ത ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയക്കുകയും ചെയ്തു. മലയാളിയായ ജോസ് വർഷങ്ങളായി ബംഗളൂരിലാണ് താമസം. കേരളത്തിലെയും ഒപ്പം തന്നെ ബംഗളൂരിലെയും കോൺഗ്രസ് നേതാക്കളുമായിട്ടും റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്തുന്ന ജോസിന് അടുത്ത ബന്ധമാണുള്ളത്. രാഹുലിനെ ഒളിവിൽ പോകാനായി കർണാടകയിൽ എല്ലാ സഹായവും ചെയ്തത് ജോസ് ആയിരുന്നുവെന്നാണ് വിവരം. കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും ഒളിവിലാണ്. രാഹുലിനെ കണ്ടെത്താൻ പുതിയ അന്വേഷണ സംഘത്തെ ക്രൈംബ്രാഞ്ച് നിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. ആദ്യ സംഘത്തിൽ നിന്ന് അന്വേഷണത്തിന്റെ വിവരങ്ങളൊക്കെ രാഹുലിന് ചോരുന്നുവെന്ന നിഗമനം, അല്ലെങ്കിൽ ആ വിവരങ്ങളെല്ലാം രാഹുലിന് ലഭിക്കുന്നു എന്ന നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ ഒരു നീക്കം നടത്തിയിരിക്കുന്നത്, പുതിയൊരു ടീമിനെ ഉണ്ടാക്കിയിരിക്കുന്നത്. ആദ്യ പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ രാഹുൽ ഒളിവിൽ പോവുകയായിരുന്നു. ബംഗളൂരിൽ ഒളിവിൽ കഴിയുകയാണ് എന്ന് ആദ്യം ലഭിച്ച വിവരം. കഴിഞ്ഞ 11 ദിവസമായി അതിവിദഗ്ധമായിട്ടാണ് രാഹുൽ പോലീസിന്റെ കയ്യിൽപ്പെടാതെ ഇങ്ങനെ രക്ഷപ്പെട്ട് മുന്നോട്ട് പോകുന്നത്. പ്രമുഖർ ഉൾപ്പെടെയുള്ളവർ രാഹുലിനെ സഹായിച്ചിട്ടുണ്ട് എന്നാണ് പോലീസിന്റെ നിഗമനം. കഴിഞ്ഞ വ്യാഴാഴ്ച ഒരു യുവതി പരാതിയുമായിട്ട് മുഖ്യമന്ത്രിക്ക് മുന്നിലെത്തിയ ഉടൻ രാഹുൽ പാലക്കാട് നിന്ന് മുങ്ങുകയായിരുന്നു. CCTV ക്യാമറകൾക്കുള്ള അല്ലെങ്കിൽ ആ CCTV ക്യാമറകളുള്ള റോഡുകളൊക്കെ പരമാവധി ഒഴിവാക്കിയുള്ള ഒരു യാത്ര. സുഹൃത്തായ യുവനടിയുടെ ചുവന്ന പോളോ കാറിൽ പൊള്ളാച്ചി വരെ എത്തുന്നു. അവിടെ നിന്ന് മറ്റൊരു കാറിൽ കോയമ്പത്തൂരിലേക്ക് പോകുന്നു. അവിടെ നിന്ന് തമിഴ്നാട് കർണാടക അതിർത്തിയിലേക്ക് യാത്ര ചെയ്യുന്നു. ബംഗളൂരിലെ റിസോർട്ടിൽ ഞായറാഴ്ച മുതൽ ഒളിവിൽ കഴിയുന്നു. ഇതാണ് രാഹുൽ അന്വേഷണ സംഘം എത്തുന്നത് എന്ന് അറിഞ്ഞ് പല സ്ഥലങ്ങളിലേക്ക് മാറി മാറി പോകുന്ന കാഴ്ച എന്ന് പറയപ്പെടുന്നത്. ഇങ്ങനെ മാറി മാറി താമസിക്കുവാനും കൂടുവിട്ട് കൂടുകയറാനും നടക്കുന്ന രാഹുലിന് പക്ഷെ ഇനി അധികകാലം ഇങ്ങനെ ഓടാൻ കഴിയില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെ കണ്ടെത്താൻ പുതിയ അന്വേഷണ സംഘം ബംഗളൂരിലേക്ക് തിരിച്ചു. പക്ഷേ ഇതിനിടെയാണ് ഒളിവിൽ കഴിയാൻ സഹായം നൽകിയ 2 പേരെ പോലീസ് പിടികൂടുന്നതും. രാഹുലിനെതിരായിട്ടുള്ള 2ാം കേസിലെ പരാതിക്കാരുടെ മൊഴി ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. ആ സാഹചര്യത്തിൽ ഇനി അങ്ങോട്ട് മുൻകൂർ ജാമ്യാപേക്ഷ കോടതി കേൾക്കുമ്പോൾ പരിഗണിക്കുന്നത് ഏത് തരത്തിലായിരിക്കും എന്നറിയേണ്ടതുണ്ട്. കാരണം ഒരു സ്ഥിരം കുറ്റവാളിയാണ് രാഹുൽ എന്ന് വരുത്തി തീർക്കുവാൻ ഈ 2ാമത്തെ മൊഴി കൂടി സഹായിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു ബലാത്സംഗ വീരനെ ജാമ്യം കൊടുത്ത് പുറത്തിറക്കണോ അതോ തട്ടി അകത്താക്കണോ എന്ന് കോടതി തീരുമാനിക്കും. എന്തായാലും ഒളിവിലുള്ള MLA പിടിക്കാനാകാത്തത് സംസ്ഥാനത്ത് വലിയ രാഷ്ട്രീയ ചർച്ചയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ഇന്ന്
നാളെ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന്റെ നിശബ്ദ പ്രചരണം നടക്കുന്ന ദിവസമാണ്. നാളെ കഴിഞ്ഞ് മറ്റന്നാളും കഴിഞ്ഞ് 11-ാം തീയതിയുടെ ഇലക്ഷനും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ 12-ാം തീയതി ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാൻ പെട്ടെന്ന് കഴിയും. പക്ഷേ ഒന്നുകിൽ ഇന്നോ നാളെയോ അറസ്റ്റ് ചെയ്യേണ്ടി വരും, കോടതിയുടെ ഇടപെടലുകൾ ഉണ്ടായാൽ. എന്തായാലും ഈ കർണാടകയിലെ വിവിധ ഫാം ഹൗസുകളിലും റിസോർട്ടുകളിലും ഒക്കെ ഇങ്ങനെ മാറി മാറി കഴിയുകയാണ് രാഹുൽ എന്നുള്ളതാണ് പോലീസിന്റെ ഒരു നിഗമനം. അഭിഭാഷകരുടെ അടക്കം സംരക്ഷണവും ഇതിനകത്തുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആദ്യ കേസിൽ ഈ വരുന്ന മാസം 15 വരെ രാഹുലിന്റെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞിട്ടുണ്ട്. രണ്ടാമതെടുത്ത കേസാണ് ഇപ്പോൾ രാഹുലിനും പോലീസിനും പ്രോസിക്യൂഷനും ഇപ്പോൾ വെല്ലുവിളിയായിരിക്കുന്നത്. ഊരും പേരുമില്ലാത്ത പരാതി രാഷ്ട്രീയ പ്രേരിതമെന്ന് രാഹുലിന്റെ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചു. KPCC പ്രസിഡന്റിന് പരാതി നൽകിയ ആളെ കണ്ടെത്തി മൊഴിയെടുക്കലാണ് പോലീസ് സംഘത്തിന്റെ മുന്നിലുണ്ടായിരുന്ന വലിയ പ്രതിസന്ധി എന്ന് പറയപ്പെടുന്നത്. അത് ഇപ്പോൾ മാറിക്കിട്ടിയിരിക്കുന്നു. ബംഗളൂരിൽ താമസിക്കുന്നു എന്ന് കരുതിയിരുന്ന പരാതിക്കാരുടെ മൊഴി രേഖപ്പെടുത്തുവാൻ കഴിഞ്ഞ ദിവസം വരെ അവർക്ക് കഴിഞ്ഞിരുന്നില്ല. കേസിലെ വിശദാംശങ്ങൾ കോടതിയിൽ ഹാജരാക്കേണ്ട ബാധ്യത പ്രോസിക്യൂഷൻ ഉണ്ടായിരുന്നു. പോലീസിന് പകരം KPCC അധ്യക്ഷന് കൊടുത്ത പരാതി രാഷ്ട്രീയ പ്രേരിതമല്ലേ എന്ന ചോദ്യം കോടതിയിൽ നിന്ന് തന്നെ ഉണ്ടാവുകയും ചെയ്തിരുന്നു. രണ്ടാം കേസിൽ അറസ്റ്റ് തടയാത്തതാണ് രാഹുൽ ഒളിവിൽ തുടരാൻ കാരണം. തെരഞ്ഞെടുപ്പ് വരെ അറസ്റ്റ് നീട്ടി വിവാദം നിലനിർത്തുകയാണ് CPM ലക്ഷ്യമെന്ന് UDF അടക്കം പറയുന്നുമുണ്ട്. എന്നാൽ രാഹുലിനെ പുറത്താക്കിയെങ്കിലും ഇപ്പോഴും കോൺഗ്രസ് തന്നെ സംരക്ഷണം നൽകുന്നുവെന്നാണ് CPMന്റെ മറുപടി. എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഇപ്പോൾ പോലീസ് സംഘത്തിന് മുന്നിൽ മൊഴി നൽകിയിരിക്കുന്നു പരാതിക്കാരി. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇനി കേസ് FIR ഒക്കെ ഇട്ട് മുന്നോട്ട് പോകാൻ കഴിയും. മാത്രമല്ല ഈ ദിവസങ്ങളിൽ ഇന്ന് മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ നൽകിയിട്ടുണ്ട്. അത് പരിഗണിക്കുമ്പോൾ തീർച്ചയായിട്ടും മുൻകൂർ ജാമ്യം ലഭിക്കുവാനുള്ള സാധ്യത കുറവാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇനി അഥവാ ലഭിക്കുകയാണെങ്കിൽ നാളെ ഞാൻ പറഞ്ഞതുപോലെ നാളത്തെ തിരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുവാനും ഒപ്പം തന്നെ വോട്ട് ചെയ്യുവാനും രാഹുൽ എത്തിയേക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹം ഈ പറയുന്ന പോലെ കാടുകളിലേക്ക് മടങ്ങി പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അവിടെയാണ് മറ്റൊരു ചോദ്യം ഉണ്ടാകുന്നത്. ഇനി എത്ര നാൾ ഇങ്ങനെ കാട്ടിലും മേട്ടിലുമായി കഴിഞ്ഞുകൂടും? അതുകൊണ്ട് ഒരൊറ്റ വഴിയേ ഉള്ളൂ രാഹുൽ, നിങ്ങൾക്ക് മടങ്ങി വരാം. മടങ്ങി വന്ന് നിയമത്തിനും നീതിക്കും വേണ്ടി പോരാടാം. നിയമത്തിന് മുന്നിൽ കീഴടങ്ങാം.